ഡി സതീശന്റെ കുരുക്കായും ആശ്വാസമായും വിജിലൻസ് റിപ്പോർട്ടുകൾ. പുനർജനി പദ്ധതിയിൽ വിദേശ നാണ്യ ചട്ടലംഘനം നടന്നെന്ന് വിജിലൻസിന്റെ ആദ്യ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. CBI അന്വേഷണത്തിനും ആദ്യ റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള പരാതി നിലനിൽക്കില്ല എന്നാണ് മനോജ് എബ്രഹാമിന്റെ രണ്ടാമത്തെ റിപ്പോർട്ട്. സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടില്ല എന്നും സർക്കാരിന് മറുപടിയായി നൽകിയ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഹരിമോഹനും റോഷിപാലുമാണ് ചേരുന്നത്. ആദ്യം ഹരിമോഹനിലേക്ക് പോയാൽ, ഹരിമോഹൻ, വിജിലൻസിന്റെ ആദ്യ റിപ്പോർട്ടിൽ പുനർജനി പദ്ധതിയിൽ ഉൾപ്പെടെ വിദേശ നാണ്യ ചട്ടലംഘനം നടന്നെന്ന വിവരങ്ങളാണ് അല്ലെങ്കിൽ റിപ്പോർട്ടാണുള്ളത്. CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ മനോജ് എബ്രഹാം നൽകിയ റിപ്പോർട്ട് പുറത്തു വരുന്നു. അത് 2025 സെപ്റ്റംബറിൽ നൽകിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ തന്നെ ഇതിൽ VD സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തിട്ടില്ല, അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടില്ല തുടങ്ങിയ ആശ്വാസകരമാകുന്ന ക്ലീൻ ചിറ്റ് നൽകാവുന്ന തരത്തിലുള്ള വിവരങ്ങളാണുള്ളതല്ലേ? പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള ഒരു കുറ്റങ്ങളും ചെയ്തതായി VD സതീശൻ ചെയ്തതായി കണ്ടെത്താൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി വിജിലൻസ് മുന്നോട്ട് വെക്കുന്നത്. അത് വിജിലൻസ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ള ഈ വിവരങ്ങൾ പ്രകാരം നമുക്ക് വ്യക്തമാകുന്നതുമാണ്. അതായത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് VD സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തേത്, വിദേശ സന്ദർശനത്തിന് ശേഷം VD സതീശൻ വസ്തു വാങ്ങിയതായി പരാതിയിൽ ആരോപിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആ വിഷയങ്ങളിലേക്ക് അന്വേഷണം പോകാനും കഴിയില്ല. മറ്റൊന്ന്, ഈ പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മുഴുവൻ മണപ്പാട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടന വഴിയാണ്. അതുകൊണ്ട് തന്നെ VD സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തതായിട്ട് ഇതേവരെയുള്ള ഒരു വിവരങ്ങളോ തെളിവുകളോ ഒന്നും തന്നെ വിജിലൻസിന് ലഭിച്ചിട്ടില്ല എന്നുള്ള നിർണായകമായിട്ടുള്ള കണ്ടെത്തലോട് കൂടിയിട്ടാണ് ഈ കഴിഞ്ഞ വർഷം 2025 സെപ്റ്റംബർ മാസം 19-ാം തീയതി നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിൽ അതേസമയം തന്നെ ഈ വിദേശ നാണ്യ വിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യങ്ങളും പരാമർശിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ റിപ്പോർട്ടിൽ, അതായത് ആദ്യത്തെ ഇടക്കാല റിപ്പോർട്ട് യോഗേഷ് ഗുപ്ത വിജിലൻസ് മേധാവി ആയിരിക്കുമ്പോൾ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ഈ CBI ശുപാർശ അത് സർക്കാരിന് മുന്നിലുണ്ട്. അതിൽ തുടർ നടപടികൾക്ക് സർക്കാരിന് പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ മറ്റൊരു തരത്തിലും ഈ കേസ് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ പ്രകാരമോ അല്ലെങ്കിൽ പണം വാങ്ങിയതായോ അല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്തതായോ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വകുപ്പുകളോ ഒരു കേസോ നിലനിൽക്കില്ല എന്നുള്ളതാണ് വിജിലൻസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും ഒടുവിലായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ട്, ആ വിജിലൻസിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് VD സതീശനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് അതിൽ ആദ്യത്തേതിൽ CBI അന്വേഷണം വരികയും അതിൽ വലിയ രീതിയിലുള്ള വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ നേരിടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പക്ഷേ അതേസമയം തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ട് റിപ്പോർട്ടുകൾ വരുന്ന സമയത്തും 2 പേരാണ് വിജിലൻസ് മേധാവിമാർ എന്നുള്ളതാണ്. ആദ്യത്തെ റിപ്പോർട്ട്, അതായത് ഇടക്കാല റിപ്പോർട്ട് വരുന്ന സമയത്ത് യോഗേഷ് ഗുപ്തയാണ്. അതായത് യോഗേഷ് ഗുപ്ത ചുമതലയിൽ നിന്ന് ഒഴിയുന്നതിന് തൊട്ടു മുന്നോടിയായിട്ടാണ് ഈ പറയുന്ന റിപ്പോർട്ട്, അതായത് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് ഈ ശുപാർശ, അതായത് CBI അന്വേഷണം വേണമെന്നുള്ള ശുപാർശ നൽകുന്നത്. അതിനുശേഷം മനോജ് എബ്രഹാം അതേ മാസം തന്നെ, അതായത് മെയ് മാസത്തിൽ തന്നെ വിജിലൻസ് മേധാവിയായി ചുമതല ഏറ്റെടുക്കുകയും ഇതിന്റെ അന്വേഷണവുമായി, അതായത് അന്തിമ റിപ്പോർട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ആ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നു. ആ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമ്പോഴാണ് ഈ സ്പീക്കർ, കേരള നിയമസഭയുടെ സ്പീക്കർ ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ഒരു കത്ത് വിജിലൻസിന് അയക്കുന്നത്. അതായത് ഈ സ്പീക്കറുടെ അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തി എന്ന് പറയുന്ന ഒരു ആരോപണം ഇടക്കാല റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത കുറവുണ്ട്. ആ വ്യക്തത തേടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് പോലെ സ്പീക്കർ ഒരു കത്ത് വിജിലൻസിന് നൽകുന്നത്. അതിന് മറുപടി എന്നോണമാണ് ആ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപവും അതിനോടൊപ്പം തന്നെ ഒരു കത്തും സ്പീക്കർക്ക് മറുപടിയായി വിജിലൻസ് നൽകിയിട്ടുള്ളത്. ഇത് പ്രകാരമാണ് ഒരു തരത്തിലുള്ള ഫണ്ട് വിനിയോഗവും സതീശന്റെ അക്കൗണ്ട് വഴി നടന്നിട്ടില്ല എന്നുള്ള കണ്ടെത്തലിലേക്ക് വിജിലൻസ് എത്തിയിരിക്കുന്നത്. വിനീത, ശരി, റോഷിപാൽ കൂടി ചേരുകയാണ്. റോഷിപാൽ, അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ റിപ്പോർട്ടിൽ, അതായത് ഏറ്റവും അവസാനം നൽകിയ സെപ്റ്റംബർ നൽകിയ റിപ്പോർട്ടിൽ VD സതീശന് ക്ലീൻ ചിറ്റ് നൽകുന്നതാണെന്ന് മനസ്സിലാക്കുന്നു. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നാണ് കോൺഗ്രസ് ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നേതാക്കളെല്ലാം പ്രതികരിച്ചത്. ഈ ഘട്ടത്തിൽ ആ റിപ്പോർട്ടും രണ്ടാമത്തെ റിപ്പോർട്ടും തമ്മിൽ എങ്ങനെ ചേർത്ത് വായിക്കണം? വിനീത, ഈ VD സതീശനെതിരെയുള്ള പുനർജനിയുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. അത് കഴിഞ്ഞ ഏപ്രിൽ 30-നാണ് ആ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിച്ച ആ റിപ്പോർട്ടിൽ കണ്ടെത്തൽ വിദേശ നാണ്യ വിനിമയ ചട്ടം VD സതീശൻ ലംഘിച്ചു എന്നാണ്. UK-യിൽ VD സതീശൻ നടത്തിയ പ്രസംഗമാണ് അതിന്റെ തെളിവായി അവർ ഹാജരാക്കിയിട്ടുള്ളത്. ആ പ്രസംഗത്തിൽ ഈ 500 പൗണ്ട് വെച്ച് നൽകണം, ഈ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ നൽകാൻ വേണ്ടി ഇത്രയും പണം എല്ലാവരും നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്തൊക്കെയാണ് പ്രൊജക്ട് എന്ന് അവിടെ വിശദീകരിക്കുന്നു. ആ ഒരു അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഈ അക്കൗണ്ടിലേക്ക്, ഈ ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് വിദേശ മലയാളികൾ പലരും പണം നൽകിയത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്.
അത് വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ ലംഘനമാണെന്ന് കണ്ടെത്തുന്നു. പക്ഷേ അത് വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ നിൽക്കില്ല. അത് CBI അന്വേഷിക്കണം എന്ന ശുപാർശയാണ്. രണ്ടാമത്, നിയമസഭയെ ഈ കാര്യം അറിയിക്കാതെ നിയമസഭാ ചട്ടം ലംഘിച്ചു, അതുകൊണ്ട് സ്പീക്കർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്ന് സ്പീക്കർക്ക് മറ്റൊരു ശുപാർശ. ഇത് രണ്ടും നിലനിൽക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. നേരെ മറിച്ച് പരാതിയിൽ ഒരു ഘട്ടത്തിൽ പോലും അഴിമതി നിരോധന നിയമത്തിന്റെ ലംഘനം VD സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നോ അല്ലെങ്കിൽ പണം അക്കൗണ്ടിൽ വന്നോ എന്ന് കണ്ടെത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കൺക്ലൂഷനിൽ അതിന്റെ റിപ്പോർട്ടിന്റെ അവസാന ഭാഗത്ത് ആ കാര്യം പരാമർശിക്കുമില്ല. ഇതിൽ വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്ന ആ കണ്ടെത്തൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൽ CBI അന്വേഷണത്തിൽ വേണമെങ്കിൽ സർക്കാരിന് ശുപാർശ ചെയ്യാം, അല്ലെങ്കിൽ വിജിലൻസിന്റെ ഈ ശുപാർശ സർക്കാരിന് അംഗീകരിച്ച് അന്വേഷണത്തിന് ഉത്തരവിടാം, CBIക്ക് കൈമാറാം കേസ്. അതല്ലെങ്കിൽ ഇത് തള്ളിക്കൊണ്ട് ഈ കേസ് ഇവിടെ അവസാനിപ്പിച്ച് പൂർണ്ണമായും VD സതീശന് ക്ലീൻ ചിറ്റ് നൽകാൻ കഴിയും. ഇത് ഒരു വ്യക്തത വരുത്താൻ വേണ്ടി സർക്കാർ നൽകിയ കത്തിനുള്ള മറുപടി മാത്രമാണ് ഈ ഇപ്പോൾ പുറത്തു വന്നത്, ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. അത് റിപ്പോർട്ടല്ല, അത് മറുപടിയാണ്. അത് നൽകിയ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. ശരി, റോഷിപാലും ഹരിമോഹനുമാണ് വിശദാംശങ്ങൾ നൽകിയത്.